സാരംഗി സ്മിത കൃഷ്ണകുമാറിന്റെ നമ്മുടെ കൂടെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ എന്ന ഇപ്പൊ ഫിലിം മേക്കിംഗ് കോഴ്സ് കഴിഞ്ഞു. അവരുടെ ഒരു ഡിപ്ലോമ ഫിലിം ഞാൻ കണ്ടിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് ഫിലിം. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലെറ്റ്സ് ടോക്ക് ടു ഫ്യൂച്ചർ ഫീച്ചർ ഫിലിം ഡയറക്ടർ. വെൽക്കം സാരംഗി. Hi, welcome, sir. Welcome. സോ ആയന കണ്ടു, മനോഹരമായിട്ടുണ്ട്. സോ അതിന്റെ സ്റ്റോറി വാസ് ഇറ്റ് വാസ് യുവർ സ്റ്റോറി. ഐ മീൻ യു came up with the story. You had a couple of other students. It's your diploma film, I think. Yes. അപ്പോ അവരൊരുമിച്ച് സ്ക്രിപ്റ്റ് ചെയ്തു. ആൻഡ് ഭാഷയും നല്ല രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹിന്ദി ഈസ് വെരി വെൽ യൂസ്ഡ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഇതിന്റെ പ്രോസസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സോ സ്റ്റോറി പറഞ്ഞ പോലെ എന്റെ മൈൻഡിൽ വന്ന ഒരു ത്രെഡ് ആയിരുന്നു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഡിപ്ലോമ ഫിലിം ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് ഐഡിയ ചോദിച്ചപ്പം വി ഹാഡ് ലൈക്ക് പിച്ച്ഡ് ടു ഐഡിയാസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഒന്നായിരുന്നു ഇത്. ആൻഡ് പാനലിലൊക്കെ ദേ ലൈക്ക് ദിസ് ഐഡിയ, ദേ ആസ്ക് മീ ടു ഗോ അഹെഡ് വിത്ത് ദിസ്. അപ്പോ എന്നിട്ട് പിന്നെ സ്ക്രീൻ റൈറ്റിംഗിലാണ് ഞാൻ രണ്ടുപേരെ അവിടെ ഹിന്ദി സ്പീക്കിംഗ് തന്നെ ആയിട്ടുള്ള നേറ്റീവ് ഹിന്ദി സ്പീക്കിംഗ് ലക്നൗ ബേസ്ഡ് ആണ് സ്റ്റോറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലക്നൗ ബേസ്ഡ് തന്നെയുള്ള ഒരു കുട്ടി സ്ക്രീൻ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് കോ റൈറ്റ് ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾ മൂന്നുപേരും കൂടി കോ റൈറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഡിറക്ഷനും കാര്യങ്ങളും ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മള് ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന കുറെ കാര്യങ്ങളുണ്ട് ചുറ്റും. ആൻഡ് അതിൽ നിന്നാണ് ഈ ഒരു കഥയുടെ ഒരു ഇത് വരുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആരാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വരുമ്പം പേരൻസിനുള്ള ഒരു കൺസേൺ നമ്മൾ അതൊന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ സ്പോയിലർ ആയിപ്പോവും. ബട്ട് അത് തിരിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ്, ആ ഒരു തോട്ടിൽ നിന്നാണ് ഇത് ജെർമിനേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഐഡിയ. ഇത് സിങ് സൗണ്ട് ആയിരുന്നു. ബിക്കോസ് മറ്റുള്ള സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ സിങ് സൗണ്ട് തന്നെ ആയിരുന്നു. ഡബിങ് നമ്മൾ ചെയ്തിട്ടില്ല. ആകെ മറ്റേ ചില വോയിസ് ഓവർ പോർഷൻസ് ഉള്ളത്, ഫോൺ കോൾസ് അങ്ങനത്തത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സിങ് സൗണ്ട് തന്നെയായിരുന്നു. പിന്നെ പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ കഥ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റുഡന്റ് ഫിലിം ആയിട്ട് നമ്മൾ ആരെ വെച്ച് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം കഥയില് മെയിൻ ആയിട്ട് വരുന്നത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മുടെ കൂടെ പഠിക്കുന്നവരൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് പിന്നെ നമ്മൾ ഫേക്ക് ചെയ്ത എന്തായാലും ഇറ്റ് വിൽ ഷോ ഓൺ സ്ക്രീൻ. അപ്പൊ നമ്മള് ഈ ഗീത അഗർവാൾ ശർമ്മ എന്ന് പറഞ്ഞ മാം ഇപ്പൊ കുറെ ഹിന്ദി ഫിലിംസിൽ മദറിന്റെ റോൾസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫിലിംസിൽ ചെയ്യുന്നുണ്ട്. ഒരു ചപ്പാക്ക് അങ്ങനെ കുറെ ഇതിൽ ചെയ്യുന്നുണ്ട്. ലാപ്പത്ത ലേഡീസിലൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ഷി ഹാസൻ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ മെയിൻ സ്ട്രീം ആസ് മച്ച്. ഞാൻ അവരുടെ വേറൊരു ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. അപ്പൊ അത് ആ ഒരു പോലത്തെ റോളും ഇതെനിക്ക് സ്യൂട്ടബിൾ ആയിരിക്കും തോന്നിയിട്ട് ഐ ജസ്റ്റ് മെസ്സേജ്, ഒരു ലക്കായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഐ ട്രൈ റീച്ചിങ് ഔട്ട്, സെൻഡിങ് ഹർ ദ സിനോപ്സിസ് ആൻഡ് മാമിന് ഇഷ്ടമായിട്ട് അങ്ങനെ പിന്നെ ഷീ ഡിസൈഡഡ് ടു കം ഓൺ ബോർഡ്. അങ്ങനെയായിരുന്നു. വളരെ സെറ്റിൽ ആയിട്ടുള്ള കുറെ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഈവൻ ദാറ്റ് ബോയ്, ഈവൻ ഫോർ എവ്രി വൺ ദർ ആർ വെരി വെരി സെറ്റിൽ തിങ്സ്. ഐ നോ ദീസ് ആർ തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് ഹോം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ബട്ട് ദോസ് തിങ്സ് കെയിം ഡ്യൂറിങ് റൈറ്റിംഗ് ഓർ യു ഡിസ്കസ്ഡ് വിത്ത് അതർ പീപ്പിൾ ആൻഡ് ദെൻ ഇറ്റ് ഇവോൾവ്ഡ്. ഈ പറഞ്ഞ ഒരു ഞാൻ കണ്ടിട്ടുള്ള, നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നാണ് അത് നമ്മൾ പിന്നെ ഫർദർ അതിനെ സ്റ്റോറിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ലൈക് സ്റ്റോറി ആയിട്ട് ഇന്റഗ്രേറ്റ് ആയി പോകുന്ന രീതിയിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യാണ് ചെയ്തത്. സെറ്റിൽ ആയിട്ടുള്ള ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഈ പറഞ്ഞ ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ നമ്മള് ഇതിപ്പോ ഞാൻ ഈ ഫിലിം ഞാൻ ചെയ്യുന്നത് ഐ തിങ്ക് ഇസ് വെൻ ഐ വാസ് അറൌണ്ട് 24-25 ആ ഒരു ഏജിലാണ് ചെയ്യുന്നത്. സോ അത്രയും കാലം കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ചുറ്റുമുള്ള ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ളതിൽ നിന്നാണ് ആ ഒരു സട്ടിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ചില ഡീറ്റെയിലിംഗ് ലൈക്ക് ദർ ഇസ് കണ്ടിന്യൂസ് ഫോൺ കോൾസ് ദാറ്റ് ഷീ ഈസ് ഡൂയിങ് ആൻഡ് അതിന്റെ ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ വെക്കുന്നതും ഒക്കെ ലൈക്ക് ഇറ്റ്സ് നാച്ചുറലി നമ്മൾ കുറെ കോൾസിന്റെ ഇടയ്ക്ക്. പക്ഷെ ദോസ് തിങ്സ് ആർ വെരി വെൽ അത് പ്ലേസ് ചെയ്തിട്ടൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. ഇത് എത്ര സമയം എടുത്തു ദ ഹോൾ തിങ് ടു ബി ഷോർട്ട്? ഷൂട്ടിങ്ങിന്റെ ആ ഒരു നമുക്ക് ടൈം ലൈൻ വരുന്നത് മെയ് ഏപ്രിൽ ആ ഒരു ടൈമിലാണെങ്കിൽ നമ്മൾ റൈറ്റിംഗ് ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ 6 മന്ത്സ് മുന്നേ തൊട്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
കാരണം ഇത് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഐഡിയ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ആയിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തില്ല. ലൈക്ക് വേറെ ചില ഇതിലൊക്കെ നമ്മൾ പല സ്റ്റുഡൻസിനും ഒരു ഐഡിയ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത്, കാരണം പിന്നെ ഐഡിയ റീവാമ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് ചെയ്യണ്ട എന്നുള്ളത് ഉണ്ടായിരുന്നു. ഈ ഐഡിയ അത്രയും ഐ റിയലി വോണ്ട് ടു ടെൽ ദ സ്റ്റോറി. സോ കം വാട്ട് മേ ദർ വർ ലൈക്ക് മൾട്ടിപ്പിൾ റീഡ്രാഫ്റ്റ്സ്. എങ്ങനെ ഇതിനെ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ പറ്റും, ആ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവരുത്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഓവർ ഇതോ ആവരുത്. സോ അത് റീഡ്രാഫ്റ്റ് ചെയ്ത് ചെയ്ത് അങ്ങനെ പോയതാണ്. ഒരു 6 months നമ്മൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ഫ്രം ബീറ്റ് ഷീറ്റ് ടു ഇത് നമ്മൾ എടുത്തു. അത് ഐ നോ ഇറ്റ് റിയലി ഡസൻ ടേക്ക് ദാറ്റ് മച്ച് ടൈം, ബട്ട് ദിസ് വാസ് ബീങ് ഡൺ അലോങ് വിത്ത് അക്കാഡമിക്സ്. സോ അതിന്റെ ഇടയിൽ നമുക്ക് വേറെ പ്രൊജക്ട്സും ചെയ്യാനുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ ടെമ്പററി അതിന് ഫോക്കസ് കൂടുതൽ, അതിന്റെ സ്ക്രിപ്റ്റിങ്ങിനും കാര്യങ്ങൾക്കും ഫോക്കസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് വി ഹാവ് ടു കം ബാക്ക്. അങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ആയിരുന്നത് കൊണ്ടാണ് സ്ക്രിപ്റ്റിങ്ങിന് ഇത്രയും ടൈം എടുത്ത്. പിന്നെ പ്രീ പ്രൊഡക്ഷൻ പിന്നെ വി ഡിഡ് വിത്ത് 1.5 months പ്രീ പ്രൊഡക്ഷൻ പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങനെ ഷൂട്ടിന് പോകുമായിരുന്നു. സാധാരണ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ അസിസ്റ്റൻസ് ഉണ്ടാവും. കോസ്റ്റ്യൂംസ് വിൽ ബി ഹാൻഡിൽഡ്, കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ലൈക്ക് ഇതിന്റെ ലൊക്കേഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഫ്യൂ ആർ ദർ മേജർലി അറ്റ് ഹോം, ബട്ട് ഹോമിൽ തന്നെ ഡിഫറെന്റ് ലൊക്കേഷൻസ് ഉണ്ട്. റെഗുലർലി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് കൊണ്ടുപോയി. സോ ദോസ് വെരി വെൽ എക്സിക്യൂട്ടഡ്. സോ ഹൗ വാസ് ദാറ്റ് പ്ലാനിങ് ഡൺ? നമ്മൾ സ്ക്രിപ്റ്റിങ്ങിന് കുറച്ചധികം സമയം എടുത്തത് കൊണ്ട് തന്നെ വെൻ വി വെന്റ് ടു ദ പ്രീ പ്രൊഡക്ഷൻ ഐ വാസ് വെരി ക്ലിയർ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി പ്രീ പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. സോ പ്രീ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് ആ ഒരു 1.5 months ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയതിൽ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി. ലൈക്ക് ഇപ്പം ഇതാണെങ്കിലും ഓരോ ഫ്രെയിമിന്റെ ഒരു ഓവറോൾ മൂഡ്, ടെക്സ്ചർ, ടോൺ, അതെല്ലാം ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് നമ്മൾ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ആർട്ട് വൈസ് ആണെങ്കിലും എല്ലാം ഇൻ സിങ്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിൽ ദ യൂസേജ് ഓഫ് കളർ റെഡ്, അത് ഓൾറെഡി മൈൻഡിൽ ഉണ്ടായിരുന്നു. സോ അത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. ആർട്ടും കോസ്റ്റ്യൂമും തമ്മിൽ കൊലാബറേറ്റ് ചെയ്ത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഐ തിങ്ക് ഓൾസോ നമ്മൾ ഇത്രയും കൂടി ഇതായിട്ടുള്ള സ്റ്റുഡന്റ് ടീം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ദർ ഇസ് എ മോർ ചാൻസ് ഓഫ് ഈസിലി കൊലാബറേറ്റിംഗ് ടുഗെദർ ആൻഡ് ഡിസ്കസിങ് തിങ്സ്. ആ ഒരു ടൈം ആൻഡ് ലക്ഷറിയും കൂടി ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതാണ് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി. ഇറ്റ് ഇസ് ലൈക്ക് ബോത്ത് ഡിഫിക്കൽട്ടി ആൻഡ് സ്മോൾ ക്രൂ ആയതിന്റെ ഡിഫിക്കൽട്ടി ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. ഡിഫിക്കൽട്ടി വാസ് ഒബ്വിയസ്ലി മാനേജിങ് ദ തിങ്സ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അഡ്വാൻറ്റേജ് വാസ് നമുക്ക് അറിയായിരുന്നു, എവരി വൺ ന്യൂ, ലൈക്ക് എവരി വൺ ഓൺ ദ സെറ്റ് knew what was happening, and they had a clarity because they were as involved in the process of pre-production. So that helped, that really helped. Like it's around 18 minutes, and when you are working on a feature film, it's more or less the same process which you will be doing. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ? എങ്ങനെയാണ് അത്? ഇപ്പം ഈ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ട് കുറച്ച് ടൈം ആയി. ഞാൻ കോളേജിൽ നിന്ന് പാസ്സായി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3.5 years ആയി. അപ്പം then what I plan to do was to work in the actual industry settingൽ എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിന്റെ ഒരു ബിഗർ സ്കെയിൽ ആണെങ്കിലും how are things functioning there എന്ന് അറിയാൻ വേണ്ടിയിട്ട് I was trying to gain more industry insights as working as AD and അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതാണ് ഈ ഒരു കുറച്ചു കാലം മുംബൈയിൽ ചെയ്തിരുന്നത്. അതാണ് പിന്നെ ഇവൻച്വലി ഐ ഫെൽറ്റ് ദാറ്റ് കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഫിലിംസിന് ഇത്തിരിയും കൂടി സ്കോപ്പും ദാറ്റ് വാല്യൂ ആൻഡ് അക്സെപ്റ്റൻസ് ഇപ്പം കുറച്ചും കൂടി നമ്മുടെ മലയാളം ഫിലിംസിൽ ഉണ്ട്. ദാറ്റ് സബ്സ്റ്റൻസ് ബേസ്ഡ് സ്റ്റോറീസിന് വി ഓൾവേസ് ഹാവ് ദാറ്റ് തിങ്. അതിപ്പോഴല്ല, എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി ഹാസ് ബീൻ ലൈക്ക് ദാറ്റ്. ബട്ട് നൗ ഈവൻ ന്യൂ ഫിൽം മേക്കേഴ്സിന് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് ഇപ്പം തിങ്സ് ഹാവ് മൂവ്ഡ്. സോ അതുകൊണ്ടാണ് ഞാൻ ഐ പ്ലാൻ ടു ഷിഫ്റ്റ് ബാക്ക് ടു കേരള. And here also what I'm planning is I want to know how the industry functions, because I've heard that മുംബൈയിലുള്ള വേ ഓഫ് വർക്കിങ്ങും ഇവിടെയുള്ള വേ ഓഫ് വർക്കിങ്ങും അതിപ്പോൾ ഏത് ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ മാറുമ്പം ഡിഫറൻസ് ഉണ്ടാവും. സോ ഇവിടെ വന്നിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിൽ മാത്രം ഞാൻ നേരെ എൻ്റെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊജക്ട് ചെയ്യാൻ പോയാൽ മേ ബി എനിക്ക് എൻ്റെ ടീം മെമ്പേഴ്സിനെ എന്റെ സെയിം ലെവലിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു കൊലാബറേറ്റീവ് ലെവലിലേക്ക് എത്താൻ ചിലപ്പം ബുദ്ധിമുട്ടാവൂ എന്നുള്ളൊരു ഹെസിറ്റേഷൻ കൊണ്ട് മാത്രമാണ്. കോൺഫിഡൻസിന്റെ ഇഷ്യൂ അല്ല, പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട്ലിനെസ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് അങ്ങനെ പിന്നെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് പിച്ചിങ് മൈ ഓൺ സ്റ്റോറി ആസ് വെൽ.
ആൻഡ് ഐ എം ഹോപ്പിംഗ് ഐ വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. ഈ പറഞ്ഞ മാതിരി നമ്മൾ ഡിപ്ലോമ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്തിരുന്ന വേറെ കോളേജിൽ ചെയ്തിരുന്ന പ്രൊജക്ട്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ്സിന്റെയും 6 അല്ലെങ്കിൽ 3 മിനിറ്റ്സ് 5 മിനിറ്റ്സിന്റെ ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നമുക്കൊരു ജമ്പ് ആയിരുന്നു. കാരണം ദിസ് വാസ് സംതിങ് ദാറ്റ് വി ആർ ക്യാരിയിങ് ആസ് ആർ വർക്ക് ടു ഷോ കേസ്. അപ്പൊ അപ്പോഴും ഇതേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദാറ്റ് വി ആർ ഡൂയിങ് സംതിങ് ബിഗർ ഇൻ സ്കെയിൽ. ബട്ട് ദാറ്റ് വാസ് ലൈക്ക് നമ്മൾ ഓരോ പോകുമ്പം ഇറ്റ് ഇവഞ്ച്വലി ഫോൾസ് ടുഗദർ. സോ ആ ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും വലിയൊരു ഇതും ചെയ്യുമ്പോ എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റോറി ഐഡിയാസ് ഉണ്ട്. ഐ ഡോ നോ വെദർ സ്ക്രിപ്റ്റ്സ് ആർ റെഡി, യു ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. അത് ഉള്ളപ്പോൾ നമുക്ക് കോണ്ടന്റിന്റെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ബട്ട് ദ റെസ്റ്റ് ഓഫ് തിങ്സ്, എസ്പെഷ്യലി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പുതിയ ആളുകളെ വെച്ചിട്ട് ലൈക്ക് 250 crores ഒക്കെ ഇപ്പൊ ഇത് വെച്ചിട്ടുള്ള സമയമാണ് മലയാളത്തിൽ നിന്ന്, ആൻഡ് ഇറ്റ്സ് ബീങ് സെലിബ്രേറ്റഡ് അക്രോസ്. സോ ഐ തിങ്ക് ഇഫ് യു ഹാവ് കോൺഫിഡൻസ് ആൻഡ് ഇഫ് യു ഹാവ് കമാൻഡ് ഓൺ ദി കോണ്ടന്റ്, തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. ഹോപ്പിംഗ് സോ. യാ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റോറിയുടെ പ്രോപ്പർ ആയിട്ട് സ്ക്രിപ്റ്റും ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മറ്റേത് പറഞ്ഞ പോലെ സീൻ ബ്രേക്ക് ഡൗണും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാണ്. ഐ എം നോട്ട് ലെറ്റിംഗ് എനി ഐഡിയ ജസ്റ്റ് സ്റ്റേ ആസ് ഐഡിയ. ഞാൻ അതിന്റെ കൂടുതൽ പറഞ്ഞ സീൻ വൈസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ബാക്ക് ആൻഡ് ഫോർത്ത് അറിയാം. ദാറ്റ് ഇസ് സംതിങ് ഐ ഓൾസോ ലേൺ ഫ്രം അയന. ബിക്കോസ് അയന പറഞ്ഞ ഫസ്റ്റ് ആസ് എൻ ഐഡിയ ദാറ്റ് ത്രെഡ് വാസ് വെരി ക്ലിയർ. പക്ഷെ അത് നമ്മൾ ആ മിഡിൽ ബിഗിനിങ് ലൈക്ക് എൻഡ് അതൊക്കെ നമുക്ക് ക്ലിയർ ആയിരിക്കും. പക്ഷെ ദെൻ ഡെവലപ്പിംഗ് ദ പാർട്സ് ഇൻ ബിറ്റ്വീൻ, ദാറ്റ് ഇസ് വെയർ ദി ആക്ച്വൽ തിങ് ടാസ്ക് ലൈസ്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൺ സ്ക്രിപ്റ്റ് ഇസ് ആക്ച്വലി റെഡി, ബട്ട് ആസ് ഐ ടോൾഡ്, അത് ഞാൻ എഴുതിയത് കുറച്ചും കൂടി പറഞ്ഞ കേരളത്തിന്റെ ആ ഒരു ടച്ചും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് റീജിയണൽ സെറ്റിംഗിലേക്ക് ഒന്നും കൂടി റൂട്ട് ചെയ്തിട്ട് ഡയലോഗ്സ് ആണെങ്കിലും എന്നിട്ട് അത് പിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പൊ ഇപ്പൊ വീണ്ടും അയനയിലേക്ക് പോയപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ആ പേസിംഗ് ഒക്കെ അസലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പോ ഒരു ഓഫ് കോഴ്സ് യു ഹാവ് ബീൻ ഡൂയിങ് തിങ്സ് 5 minutes ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും, ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി. ചെയ്തു വരുമ്പോൾ ചിലപ്പോ ഇറ്റ് മൈറ്റ് സ്ലിപ്പ് ആൻഡ് ഇറ്റ് മേ നോട്ട് ഗിവ് ദ മനസ്സിലുള്ള ഒരു സംഭവം ചിലപ്പോൾ വന്നോളണമെന്നില്ല. സോ ഹൗ വാസ് ദാറ്റ് പ്ലാനിങ്, ലൈക്ക് സ്റ്റോറി ബോർഡ് ചെയ്തിട്ട് ഇത്ര ഡ്യൂറേഷൻ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നോ, അതോ എഡിറ്റിംഗിൽ കുറെയൊക്കെ കറക്റ്റ് ചെയ്തോ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു. ഞാനും എന്റെ സിനിമാറ്റോഗ്രാഫറും കൂടി കുറെ അറ്റ് ലെങ്ത് വി സാറ്റ് ടു തിങ്ക് ഓഫ് ഈച്ച് ഷോട്ട്. ലൈക്ക് ഞാനിങ്ങനെ പറയും ഇന്ന ഒരു ഇതാണ് വേണ്ടത്, ആൻഡ് ദെൻ ഷീ യൂസ് ടു ഹാവ് മോർ ഐഡിയ അബൌട്ട് വാട്ട് ലൈറ്റ് ആൻഡ് ആംഗിൾസ്, ആൻഡ് ദെൻ വി യൂസ് ടു സിറ്റ് ആൻഡ് ജാം ടുഗദർ എ ലോട്ട്. സോ വി ഹാഡ് എ ലൈക്ക് fully planned storyboard with us, though that storyboard was not like എന്താ പറയാ ഇങ്ങനെ ഡിജിറ്റലി ചെയ്തതൊന്നുമല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന സ്റ്റോറി ബോർഡ് ആയിരുന്നു അത്. ബട്ട് ദാറ്റ് വാസ് ദാറ്റ്. ആൻഡ് ടൈം ഡ്യൂറേഷൻ അത്രയും നമ്മൾ ഈച്ച് ഷോട്ടിന്റെ ടൈം ഡ്യൂറേഷൻ ആയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വി ഹാഡ് എൻ ഐഡിയ ദാറ്റ് ദിസ് ലൈക്ക് ആ ടെൻഷൻ ബിൽഡ് ആവുന്ന ഏരിയ, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഹാഡ് ടു ബി എ മൊണ്ടാജ് എന്നുള്ളത് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ നമ്മള് ഇപ്പം സം തിങ്സ് വർ ദെയർ ഇൻ മൈ മൈൻഡ് ദാറ്റ് ഇതൊക്കെ വേണം എന്നുള്ളത്. ബട്ട് ദെൻ വെൻ ഐ ഡിസ്കസ് വിത്ത് ദി എഡിറ്റർ, ദേ ഓൾസോ സജസ്റ്റഡ് ദാറ്റ് ആ ഒരു മൊണ്ടാജ് ലെവലിലേക്ക് അത് കൊണ്ടുവരണമെങ്കിൽ യു മൈറ്റ് ഓൾസോ നീഡ് എ ഫ്യൂ ഫില്ലർ ഷോട്ട്സ്, like of the environment and stuff. Other maybe a few of those shots were not there initially planned in my mind, because എന്റെ മൈൻഡിൽ കംപ്ലീറ്റ്ലി സ്റ്റോറിക്ക് നെസസറി ആയിട്ടുള്ള ഷോർട്സ് ആയിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ബട്ട് ദെൻ ദേ ടോൾഡ് ദാറ്റ് അത് മൊണ്ടാജ് ആയി വരുമ്പോൾ മേ ബി ടേക്ക് എ ഫ്യൂ എക്സ്ട്രാ shots that you feel will fit into the story and about the environment, so that we can place it if required. So adum that also helped, we took those shots. So that collaboration thing between the departments also helped a lot in fulfilling that vision. Like I had a clarity of what the vision should be, but അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും we had that planned in mind. I'll come to that actually. Whistling Woods അപ്പൊ നമ്മൾ കാണുന്നത് 2018 ആണെന്ന് തോന്നുന്നു. ലൈക്ക് ജോഷുവ ന്യൂട്ടൺ ഓർഗനൈസ് ചെയ്ത ഒരു സ്ക്രീൻ റൈറ്റിംഗ് വർക്ക്ഷോപ്പ്, ആൻഡ് അഞ്ജലി മേനൻ did that. It was a 2-day workshop, I think. Yes. So അതിനുശേഷം അപ്പോഴാണോ ശരിക്കും ഇതാണ് എന്റെ ഏരിയ എന്ന് തീരുമാനിക്കുന്നതും? Then how did you come to decide on Whistling Woods?
സോ എനിക്ക് മൂവീസ് ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആയിരുന്നു ലൈക്ക് ഈ ഡയറക്ഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നതിന് മുന്നേ മൈ ഫസ്റ്റ് തോട്ട് വാസ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആൻഡ് ദാറ്റ് വെന്റ് ടു മൈ മൈൻഡ് അറൌണ്ട് ലൈക്ക് കുട്ടികൾ തൊട്ട് സിനിമകൾ ഇഷ്ടമായിരുന്നു. ഞാൻ ആക്ച്വലി ഇറ്റ്സ് എ ലിറ്റിൽ ഐറോണിക്കൽ ബിക്കോസ് ഞാൻ വളർന്നത് ആക്ച്വലി സൗദിയിലാണ്. അപ്പൊ അവിടെ there were no theaters at all. സോ പൊതുവെ ഫിലിംസിന്റെ ഇത് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിലൂടെയാണ് സിനിമ ദേ ഫെൽ ഇൻ ലവ് വിത്ത് സിനിമ എന്നുള്ളത്. പക്ഷെ ഫോർ മീ ഇറ്റ് വാസ് മോർ ലൈക്ക് അതുകൊണ്ടാണ് ലൈക്ക് I saw the films that I saw in like first a box TV and then a little bigger TV. ഞാൻ ഇവിടേക്ക് വന്ന് നമ്മൾ ബാംഗ്ലൂർ ഞാൻ പഠിക്കാൻ വന്ന ശേഷമാണ് അവിടെ തിയേറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആവുന്നത് തന്നെ സൗദിയിൽ. സോ അതുവരെ ഞാൻ കണ്ടിട്ടുള്ള മോസ്റ്റ്ലി ഇങ്ങനെയാ. സോ എനിക്ക് സ്റ്റോറീസ് ആയിരുന്നു. സോ നമ്മൾ ഈ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിനെക്കാളും സ്റ്റോറീസ് നമ്മളെ പിടിച്ചിരുത്തുക എന്നുള്ളൊരു സംഭവമാണ് ഫസ്റ്റ് നമ്മുടെ മൂവീസിലോട്ടുള്ള കണക്ഷൻ. സോ ഇവഞ്ച്വലി സ്ക്രീൻ റൈറ്റിംഗ് എന്നുള്ളതായിരുന്നു. ആൻഡ് ദാറ്റ് ഓൾസോ വാസ് ബിക്കോസ് ഞാൻ അഞ്ജലി മേനൻ മാം വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ഐ സോ ലൈക്ക് മലയാളത്തില് ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരു വുമൺ പ്രസൻസ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കണ്ട് ഇൻസ്പയർ ആവുന്നത് മാമിനെ ആയിരുന്നു. ഒബ്വിയസ്ലി വേറെ നാഷണൽ ഫിലിംസിലും അല്ലാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഏജിൽ ഒരു 8th സ്റ്റാൻഡേർഡ് ആ ഒരു ഏജിൽ നമ്മൾ വേറെ അങ്ങനെ ഇന്റർനാഷണൽ സിനിമേസും അതൊന്നും നമ്മൾ അത്ര കാണുന്നില്ലല്ലോ. സോ ഫോർ മീ ഷീ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് വുമൺ ഐ സോ ആസ് someone working behind a storytelling process. So for me, it was like screenwriting initially. ആൻഡ് ദെൻ ഇവൻച്വലി ആണ് ആ ഒരു ഡയറക്ഷൻ എന്നുള്ള ഇതിലേക്ക് പോകുന്നത്. സോ ബാംഗ്ലൂർ ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴും ഐ വാസ് സ്റ്റഡിങ് ക്രൈസ്റ്റിൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ട്രിപ്പിൾ മേജർ. സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും സൈക്കോളജി ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു കോമ്പിനേഷൻ എടുത്തത് വാസ് ഓൾസോ ബിക്കോസ് ഇറ്റ് വാസ് ഓൾ അലൈനിങ് ടുവേർഡ്സ് സ്റ്റോറി ടെല്ലിംഗ്. സോ ഇവൻച്വലി ദാറ്റ് ഡിറക്ഷൻ ആൻഡ് സ്ക്രീൻ റൈറ്റിംഗ് തിങ് കെയിം ടു മൈ മൈൻഡ്. ആൻഡ് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ദാറ്റ് വാസ് അറൌണ്ട് ലൈക്ക് വെൻ ഷീ ഓൾസോ ബിഫോർ ദാറ്റ് ബാംഗ്ലൂർ ഡേയ്സിലൂടെയൊക്കെയാണ് മാമിന്റെയും മഞ്ചാടിക്കുരുവിൽ ഓൾസോ ഷീ ഡിറക്റ്റഡ്. പക്ഷെ ദാറ്റ് ഡിറക്ഷൻ ആസ്പെക്ട് ഓൾസോ കെയിം മോർ ഇൻ ടു ലൈറ്റ്. ആൻഡ് a lot of facets that സ്ക്രീൻ റൈറ്റിംഗിനപ്പുറം വിഷ്വലി ഓൾസോ ആസ് എ ഡയറക്ടർ യു ക്യാൻ എലിവേറ്റ് എ സ്റ്റോറി എന്നുള്ള ഇതൊക്കെ ആ ഒരു ടൈമിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദ വർക്ക്ഷോപ്പ് റിയലി ഹെൽപ് ബിക്കോസ് ഞാൻ പഠിക്കുന്നത് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നെങ്കിലും സ്ക്രീൻ റൈറ്റിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് അതുവരെ ബിക്കോസ് എന്റെ ഫാമിലിയിൽ എവിടെ എനിക്ക് ഒരു കണക്ഷനും ഇല്ല ഫിലിമോ മീഡിയ ഒന്നും ആയിട്ട്. സോ വി ഹാഡ് സീറോ ഐഡിയ അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിന് വന്ന ശേഷമാണ് കുറെയൊക്കെ നമുക്ക് ആ ക്യാരക്ടർ ആണെങ്കിൽ എന്താണ്, ആ ക്യാരക്ടർ ആർക്ക് എന്താണ്, സ്റ്റോറിയിലത്തെ കുറെ ബീറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അറിയുന്നത്. സോ ദാറ്റ് റിയലി ഹെൽപ്. ആൻഡ് ദെൻ ഇവൻച്വലി അത് കഴിഞ്ഞപ്പോ പിന്നെ അടുത്തത് എന്തായാലും മാസ്റ്റേഴ്സ് ഫിലിം മേക്കിംഗ് ഫോക്കസ്ഡ് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ജോഷോ സാറിന്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ സാറ് പറഞ്ഞ വൺ ഓഫ് ദി നെയിംസ് ആയിരുന്നു വിസ്ലിംഗ് വുഡ്സ് എന്നുള്ളത്. പിന്നെ LV പ്രസാദിന്റെയും അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇവൻച്വലി വിസ്ലിംഗ് വുഡ്സിലേക്ക് പോവുമായിരുന്നു. ഗ്രേറ്റ്. അപ്പൊ വെസ്ലിംഗ് വുഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഒന്ന് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെ, അത് ഐ മീൻ ഇറ്റ് മൈറ്റ് ഹെൽപ്പ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദോസ്. ദാറ്റ് ഇസ് വൺ. ആൻഡ് ഇപ്പൊ പ്രത്യേകിച്ച് അതിനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടുത്തെ the kind of training that you are getting is brilliant. So if you could talk about that. അഡ്മിഷൻ പ്രോസസ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ മിക്ക ഫിലിം സ്കൂൾസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോസസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു റിട്ടേൺ എക്സാം ഉണ്ട്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് റിട്ടേൺ എക്സാം ഉണ്ട്. പിന്നെ ആ റിട്ടേൺ ഇതിൽ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇതാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ നോളേജ് ആൻഡ് ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബോത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ എക്സാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ളതിന് അനുസരിച്ച് മാത്രമല്ല, ബിക്കോസ് ഫസ്റ്റ് സെമസ്റ്റർ നമ്മുടെ ഫൗണ്ടേഷൻ സെമസ്റ്റർ ആണ്. സോ അതിൽ നമ്മൾ വിൽ ബി ഗിവൺ ഓവർവ്യൂ അബൌട്ട് ഇത്. ഞാൻ മാസ്റ്റേഴ്സിന്റെ ഞാൻ പറയുന്നത്. BA കോഴ്സ് ഇറ്റ്സ് ത്രീ ഇയർ തിങ്സ്. ഫസ്റ്റ് ഇയർ ഫുൾ ഫൗണ്ടേഷൻ ആണ്. ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് 2 years ആയതുകൊണ്ട് ഫസ്റ്റ് സെമസ്റ്റർ ആണ് ഫൗണ്ടേഷൻ. അപ്പോ ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോഴ്സിലേക്ക് അഡ്മിഷൻ അങ്ങനെ കിട്ടും. പക്ഷെ ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് സെമസ്റ്റർ ദർ ഇസ് അനദർ സെലക്ഷൻ പ്രോസസ് ദാറ്റ് വി ഹാവ് ടു ഗോ ത്രൂ ടു ഗെറ്റ് ഇൻ ടു ദ സ്പെഷ്യലൈസേഷൻ വി വോണ്ട്. ആൻഡ് അതിൽ മോസ്റ്റ്ലി പറഞ്ഞ ഒരു സിനിമാറ്റോഗ്രഫി, ഡിറക്ഷൻ, ഇതൊക്കെ കുറച്ച് ഇൻ ഡിമാൻഡ് ഇതാണ്. അപ്പൊ അതിലേക്ക് ഉള്ള ഇന്റർവ്യൂ നമ്മൾ എൻഡ് ഓഫ് ഫസ്റ്റ് സെമസ്റ്ററും നമ്മളൊരു ചെറിയൊരു 3 minutes ഫിലിം നമ്മൾ ചെയ്യും എൻഡ് ഓഫ് ഫസ്റ്റ് സെമസ്റ്റർ. അപ്പൊ അതിന്റെ ബേസിസിലും പിന്നെ ആ ഡിപ്പാർട്ട്മെന്റൽ ഇന്റർവ്യൂവിന്റെയും കൂടി ബേസിസിലാണ് നമുക്ക് അതാത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് സെലക്ഷൻ കിട്ടുക. അവിടുത്തെ ട്രെയിനിങ് ആണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ
തിയററ്റിക്കൽ ഇത് ഇപ്പൊ ഡിറക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ തിയററ്റിക്കൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരുപാട് പേർക്ക് ഒരു തോട്ട് ഉണ്ട് ദാറ്റ് ഫിലിം സ്കൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റോട്ട് തിയറി ആൻഡ് ഡസൻ റിയലി ഹെൽപ്പ് എന്നുള്ളത്. പക്ഷെ ദാറ്റ് ഓൾസോ ഡിപ്പെൻസ് ഓൺ ഹൗ വി അപ്രോച്ച് ദ കോഴ്സ് ആൻഡ് വാട്ട് വി എൻഡ് അപ്പ് ടേക്കിംഗ് അവേ ഫ്രം ഇറ്റ്. ബിക്കോസ് നമ്മൾ പഠിക്കുമ്പോൾ ദേ ഓൾസോ ഗിവ് us എക്സസൈസസ്, ലൈക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ എക്സസൈസസ് ആയിരിക്കും, 1 മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ ആണെങ്കിൽ പോലും വീക്ക്ലി ഓർ ട്വൈസ് ആഫ്റ്റർ വി കംപ്ലീറ്റ് എ മോഡ്യൂൾ വി ആർ ഗിവൺ എക്സസൈസസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് പ്രാക്ടിക്കലി ആസ് വെൽ. സോ അത് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് മോർ ഇൻസൈറ്റ്സ്. ബട്ട് സംടൈംസ് വാട്ട് ഹാപ്പൻസ് നമ്മളത് വേറൊരു പാർട്ട് ഓഫ് ദി അക്കാഡമിക്സ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് വി ഫീൽ ദാറ്റ് നോട്ട് ഗെറ്റിംഗ് എനി പ്രാക്ടിക്കൽ ഇൻസൈറ്റ്, യു ആർ ജസ്റ്റ് ലേണിംഗ് അക്കാഡമിക് സ്റ്റഫ് എന്നുള്ളൊരു. കോഴ്സിന്റെ കാര്യം പറഞ്ഞു ഇതില്. അത് നമുക്ക് ഇന്നതാണ് വേണ്ടത്, ലൈക്ക് സ്ക്രീൻ റൈറ്റിംഗ് വേണോ, ഫിൽം മേക്കിംഗ് വേണോ, സിനിമാറ്റോഗ്രാഫി വേണോ എന്നുള്ളത് വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡിസൈഡ് വിച്ച് വൺ ടു, ഓർ ഇറ്റ്സ് ലൈക്ക്. Yeah, so screenwriting is a separate course altogether. Like masters in filmmaking in അണ്ടറിലല്ല, സ്ക്രീൻ റൈറ്റിംഗിന് സെപ്പറേറ്റ് ഒരു ഇത് തന്നെയുണ്ട്, കോഴ്സ് ഉണ്ട്. സോ അത് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ അത് എടുത്ത് തുടങ്ങാം. അതിന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ സെമസ്റ്റർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ സ്ക്രീൻ റൈറ്റിംഗ് ഫോക്കസ്ഡ് ക്ലാസ്സസ് ഡയറക്ട്ലി വി ഗെറ്റ് ഇൻ ടു. ബട്ട് അത് ടെക്നിക്കൽ, അതായത് ഫിലിം മേക്കിങ്ങിന് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് അല്ലോ, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, പ്രൊഡ്യൂസിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതില് by the end of the semester we have to give like 3 options. First option, second option, third option കൊടുക്കും. അതില് പക്ഷെ ഓൾസോ നൗ ദാറ്റ് ഐ എം ടോക്കിംഗ് ഐ എം റിയലൈസിങ് ഞങ്ങൾ പാസ്സായി കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ള ദ കോഴ്സ് സ്ട്രക്ചർ ഹാസ് റിയലി ചേഞ്ച്ഡ്. സോ ഐ റിയലി ഡോണ്ട് നോ എന്താ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ഇതാവുന്നു. കാരണം ഇപ്പൊ ഐ തിങ്ക് ദേ ആർ ഗിവിംഗ് എ ഡബിൾ സ്പെഷ്യലൈസേഷൻ തിങ്. സോ ദർ ഇസ് മോർ opportunity, I think. Like ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ we had only single specialization option. Now I think it's more like you can have like first semester കഴിഞ്ഞിട്ട് എത്രയോ 3 specialization, then you keep shortening your focus and you have a 2 specialization thing, something like that. So exact our process maybe you'll have to check with them if anyone is planning to go, because they have revised the structure altogether. But this I can assure that only the specialization thing has changed, but the faculty remains the same and the kind of training you're getting in each thing remains the same. കോഴ്സ് അപ്ഡേറ്റ്സ് നടക്കുന്നു, മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണു എന്നുള്ളതും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. കാര്യം ഇറ്റ്സ് നോട്ട് ദ ലെറ്റ് കോഴ്സസ് വിച്ച് വാസ് ദർ ഇൻ ദ late 90s or early 2000s. That's good indication in fact. മൈന എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോ ഇൻ ദ പ്രോസസ് ദർ വുഡ് ഹാവ് ബീൻ മെനി ലേണിംഗ്സ് അല്ലേ? അപ്പോ അങ്ങനെ എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഓർക്കാൻ പറ്റുണ്ടോ? I think one greatest learning that I still think I need to work on whenever I do a next project is that pay more attention to the background of the scenes, like art wise especially. കാരണം നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടായിരുന്നു, ആൻഡ് വി ഗേവ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു അവിടെ പ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നത്, ലൈക് പ്രൊഡക്ഷൻ ഡിസൈനിങ് മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നത്. വി ഗേവ് ദ ഓവറോൾ ഡിസൈൻ, മൂഡ് ആൻഡ് ഓൾ, ബട്ട് ദേ ഫിൽഡ് ഇൻ ദ സ്പേസസ്. അപ്പൊ അത് നമ്മള് അങ്ങനെ വിട്ടിട്ട് പിന്നെ നമ്മൾ ഫ്രെയിമിൽ നോക്കുമ്പം some places it felt like maybe a frame that's kept in the background that shouldn't have been there, or some other frame that is more relevant to the story should have been there എന്ന് പിന്നെ തോന്നാൻ തുടങ്ങി, like frames കണ്ടപ്പോ. So that is one thing I felt like I really need to pay attention to the next time, because നമ്മൾ ബാക്കിയെല്ലാം മേജർ സംഭവങ്ങൾ ലൈക്ക് മേജർ ലൈറ്റ് ടോൺ, ലൈക്ക് ഇതെന്താണ്, അല്ലെങ്കിൽ മേജർ കളർ ടോൺ, അങ്ങനത്തെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് കേർട്ടന്റെ ഷിയർനെസ് എത്ര വേണം അതൊക്കെ നമ്മൾ നോക്കി. പക്ഷെ ലൈക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ആ ഒരു സ്പേസിനെ ലിഫ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ we were like അത് they know the best, obviously they know the best, but maybe sometimes we know the story a little different, not better, but maybe we know the story a little different than how they are seeing. So we need to pay attention to the smallest. Even ഒരു പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പെന്ന് നമുക്ക് വേണ്ട രീതിയിലാണോ എന്ന് നോക്കണം, ഒരു ഫ്രെയിം പിന്നിലുണ്ടെങ്കിൽ അത് നോക്കണം എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതല്ലാതെ പറഞ്ഞ പ്ലാനിങ്, ഇപ്പൊ ഞാൻ വേറെയും ഡിപ്ലോമ ഫിലിംസിന്റെ സെറ്റ്സിൽ ഞാൻ പോയിരുന്നു, ലൈക്ക് വേറെ സ്റ്റുഡൻസ് ചെയ്യുന്ന സെറ്റിൽ നമ്മൾ പോകുമ്പോൾ ഐഡിയ ആയിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള പ്ലാനിങ്, നമ്മളൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. കാരണം അല്ലാണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഓവറോൾ ഐഡിയ മാത്രം വെച്ച് പോയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്, there might be people with that approach, they are not wrong, but
എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, if you have a little more clarity of how, obviously there is space for, improvisation, flexibility and stuff. That is always there. But I feel improvisation can only happen when you actually have the base to it. അല്ലാതെ നമ്മൾ ഓവറോൾ ഇത് വെച്ചിട്ട് ഔട്ട് ഓഫ് ഫിഗർ ഔട്ട് ദെൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഐ തിങ്ക് ഈ നമ്മൾ സ്റ്റുഡന്റ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഓൾസോ വൺ അഡീഷണൽ ബെനിഫിറ്റ്, ബിക്കോസ് യു ഹാവ് വെരി ലിമിറ്റഡ് ടൈം. You need to, have, like 3-4 days is what you have, and shifty panamari extend cheya angantha oru possibility illa, because they are working like campus inde idella. So aa oru time limit unnathu, when we have to do things, we learn a lot that we need to have proper planning, allande we can't go there and figure out things എന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി ഡയറക്ഷൻ ബേസ്ഡ് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ഗീത മാം, ഞങ്ങളുടെ ലീഡ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന മാം, ഷീസ് വെരി എക്സ്പീരിയൻസ്ഡ്, ലൈക്ക് കുറെ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ ഷീ ടോൾഡ് മീ തിങ്സ് ദാറ്റ് ഐ നീഡ് ടു ഇംപ്രൂവ് ഓൺ, ലൈക്ക് വെൻ ഐ എം എക്സ്പ്ലെയിനിങ് തിങ്സ്. കാരണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് വൈസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയില്ല നമ്മൾ ചെയ്യുമായിരുന്നത്. ബട്ട് ഷീ വാസ് ലൈക്ക്, നോ, ഡോണ്ട് ഡു ദാറ്റ്, ബിക്കോസ് നോട്ട് giving the continuity to the actor or the camera department. Instead, first explain the whole thing, even if you're not shooting that whole scene on one day. Explain what it is first, even if everyone would have read the script. At least just explain it in your own words first in the beginning of the day or that slot, and then carry on with the other shots however you want to take. So these are like very small things, experienced actor, these might seem like very small things, but for a person who is starting out, then these are like really valuable insights. പക്ഷെ അതും സബ്ജക്റ്റീവ് ആണ്. കാര്യം പല like experienced filmmakers, they may not give the entire thing, ഒരു ഓവറോൾ ഐഡിയ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഷോർട്ട് വൈസ് ആണ് പലപ്പോഴും പറയുന്നത്, because they have clarity, the filmmaker has clarity as in how it has to and what exactly they should do in that particular shot എന്നുള്ളത്. അങ്ങനെയും ഒരു രീതി ഉണ്ട്. സോ ഇറ്റ് കുഡ് വേരി, സബ്ജക്റ്റീവ് എന്ന് തോന്നി. ഡയറക്ഷൻ സൈഡിൽ, ലൈക്ക് when you are taking that responsibility, when you are wearing the director hat, അവിടെ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളില്ല, ഓർ ഇറ്റ് കുഡ് ബി ലേണിംഗ്, ഇറ്റ് കുഡ് ബി ലൈക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, ലൈക്ക് when you took this responsibility as a director? Thing to be calm, because that is one great thing. കാരണം നമുക്ക് കുറെ ടെൻഷൻസ്, ഐ മീൻ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ അല്ലാണ്ട് കുറെ ഇത് ചെയ്തിട്ട് ചെറിയ ചെറിയ പ്രൊജക്ട് ചെയ്തിട്ട് ഇത് ഒരു ബിഗർ ലീപ്പ് ആയിരുന്നല്ലോ. സോ ഒബ്വിയസ്ലി ദർ വാസ് ടെൻഷൻ. ഫസ്റ്റ് ഡേ ഒക്കെ എസ്പെഷ്യലി ദർ വാസ് ടെൻഷൻ. എന്താ പറയാ, പേടി തോന്നുന്നുണ്ടായിരുന്നു എന്താവും. പക്ഷെ ഐ കുഡ് നെവർ ലെറ്റ് ദാറ്റ് ഔട്ട് ഇൻ ടു ദ ക്രൂ, ബിക്കോസ് ഇഫ് ദ ഡയറക്ടർ പാനിക്സ് then the entire set panics. So we need to be grounded, maybe stay away and ഒത്തിരി മാറി നിന്നിട്ട് നമ്മുടെ ടെൻഷൻ ഒന്ന് ബ്രീത്ത് ചെയ്താലും when we go out in front of the people, it's because they are trusting in us. So നമ്മൾ ആ ഒരു ഇതായി കഴിഞ്ഞാൽ അവർക്കും ആ ഒരു എനർജി കിട്ടില്ല. സോ ആൻഡ് ഓൾസോ ഇൻ ജനറൽ ഫ്രം അതർ ലൈക്ക് വർക്ക് എക്സ്പീരിയൻസ്, ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്ത ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ കാമായിട്ട് നിൽക്കുക എന്നുള്ളതും ആൻഡ് അപ്രോച്ചബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഫീഡ്ബാക്ക് തരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് നമ്മുടെ ഇത് എൻഹാൻസ് ആവുകയല്ല, നമ്മുടെ സ്റ്റോറി സഫർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ പൊസിഷൻ എൻഹാൻസ് ആവുമെന്ന് ഫോർ ദാറ്റ് മൊമെന്റ് ആൾക്കാർക്ക് തോന്നുമെങ്കിലും നമ്മുടെ സ്റ്റോറി സഫർ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഒരാളുടെ ബ്രെയിനിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാം ശരിയായിക്കോളുന്നില്ല. സോ ഇഫ് സമ്മൺ ഇസ് ഈവൻ സമ്മൺ ഹൂ ഇസ് ലൈക്ക്, നമ്മളിപ്പോ എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സമ്മൺ ഹൂ ഇസ് നോട്ട് മേ ബി ഫ്രോം ദ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ, ഇഫ് ദേ ഹാവ് സംതിങ് ടു ടെൽ us, we should be approachable. That is one thing I really felt, and I hope to imbibe in myself when I work as well. I understand like time constraints and now we can't always sit and hear everyone at all times, but sometimes it takes us just a few seconds. So our groundedness is something I've really felt that as a director I should try having in myself. That's a very very valid point. ഇപ്പൊ ഇവര് ഈ ഗീത അഗർവാൾ പറഞ്ഞു, സോ once the film is completed, and when she saw that, how was her feedback? Yeah, she had certain things that she felt obviously നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓവറോൾ എന്നുള്ളതും തോന്നി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഹാഡ് ഫ്യൂ തിങ്സ് ദാറ്റ് ഷീ ഫെൽറ്റ് കുഡ് ഹാവ് ബീൻ മെയ്ഡ് ബെറ്റർ, അല്ലെങ്കിൽ ലോജിക്കലി കണ്ടപ്പോൾ ഷീ ഫെൽറ്റ് ദാറ്റ് ഇത് നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ തോന്നിയിട്ട് വി ഹാഡ് അറ്റ് ലെങ്ത് കോൺവെർസേഷൻസ്.
And she was like, but she was happy that നമ്മൾ ഓവറോൾ ആ ഒരു നമ്മൾ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പം മാമിന് തോന്നിയ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു കഥ എവിടെ എത്തും എന്നുള്ളതും ഫൈനൽ പ്രൊഡക്റ്റും തമ്മിൽ ഉള്ള ആ ഒരു സിങ്ക് ഷി വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് യാ ദർ വർ ഫീഡ്ബാക്ക്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ജസ്റ്റ് കാരണം ഐ വാസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ലൈക്ക് ഇനീഷ്യലി നമ്മുടെ അൺലിസ്റ്റഡ് ലിങ്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ മാമിന് ഷെയർ ചെയ്ത സമയത്ത് ഐ തിങ്ക് ഷി വാസ് വർക്കിംഗ് ഓൺ സംതിങ്. സോ മാം പറഞ്ഞു കാണാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ലൈക്ക് ഫീഡ്ബാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ്. ആൻഡ് ദെൻ ഫൈനലി വെൻ ഷി കെയിം അഹെഡ് ആൻഡ് ടോൾഡ് ഫ്യൂ തിങ്സ് ദാറ്റ് വാസ് ഇൻസൈറ്റ്ഫുൾ. ദാറ്റ് യാ മേ ബി ഇതില് ഈ ഒരു ഫീഡ്ബാക്ക് ഐ ക്യാൻ യൂസ് ഇറ്റ് സംവെയർ എൽസ്. ദാറ്റ് തോട്ട് പ്രോസസ് ഈവൻ ഇഫ് ഇറ്റ് കോർ തോട്ട് ഐ ക്യാൻ carry forward and use somewhere else എന്നുള്ളൊരു ഇതുണ്ട്. At the moment, I'm not particularly asking the feedback, പക്ഷെ അതിന്ന് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ചില ഷോർട്സിൽ ഷീ വാസ് ലൈക്ക് എന്താ പറയാ, ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോക്കസ് മാം ആണെന്നുണ്ടെങ്കിൽ മാമിന്റെ കൂടെ നിൽക്കുന്ന വേറെ ഒരു ക്യാരക്ടർ ചിലപ്പോ നമ്മള് എന്താ പറയാ പറഞ്ഞ ദാറ്റ് ഇറ്റ്സ് ഓൾസോ കമ്മിങ് ഫ്രം എക്സ്പീരിയൻസ്. നമ്മൾ മെയിൻ ആയിട്ട് ഫാസ്റ്റ് സ്റ്റോറിയിൽ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് നേന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ ആ ക്യാരക്ടറിന്റെ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും ആ ഒരു ഷോട്ടിനുള്ളത്. മറ്റേ ക്യാരക്ടേഴ്സിന് ഓവറോൾ സീൻ പറഞ്ഞു കൊടുക്കും. സോ ബട്ട് അത് ഫ്രെയിമിൽ വരുമ്പോൾ ചിലപ്പോൾ മറ്റേ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും ഈ മെയിൻ ക്യാരക്ടറിന്റെ പെർഫോമൻസും തമ്മിൽ അപ്പോൾ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ വരും. ലൈക്ക് ലെവൽ ഓഫ് ഇന്റൻസിറ്റി ചിലപ്പോൾ ഒരു ഡിഫറൻസ് വരും. സോ ദാറ്റ് വാസ് സംതിങ് ഷീ ടോൾഡ്. ലൈക്ക് ഷി വാസ് ടെല്ലിങ് എസ്പെഷ്യലി ഇപ്പം ഞങ്ങളുടെ ഫിലിമിൽ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആയിരുന്നില്ല. ചിലർ ന്യൂ ആക്ടേഴ്സും അല്ലെങ്കിൽ അത്ര വേറെ മീഡിയംസ് ഓഫ് ആക്ടിങ് നിന്ന് വരുന്നവരും ഉണ്ടായിരുന്നു. അപ്പോ ഷി വാസ് ടെല്ലിങ് ലൈക് മീഡിയം ആസ് ഇൻ ചിലർ ഇപ്പൊ തിയേറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെയിലി സോപ്സിൽ നിന്ന് വരുന്ന അങ്ങനെ ആക്ടേഴ്സും ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു. സോ ഷി വാസ് ടെല്ലിങ് ലൈക്ക് എല്ലാവരോടും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഈ സീനിന് ഇനഫ് കണ്ടന്റ് ഫുഡ് ഫോർ തോട്ട് കൊടുത്താലാണ് എല്ലാവരുടെയും ലെവൽ ഓഫ് ഇത് സ്ക്രീനിൽ കാണുമ്പോൾ. സോ ഹെർ വാസ് കമ്മിങ് ആസ് എസ്പെഷ്യലി ഒരു ആക്ടിംഗ് പെർസ്പെക്ടീവ് എന്നാണ്. ബട്ട് ഒബ്വിയസ്ലി ദാറ്റ് ഇസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ടു മീ ആസ് എ ഡയറക്ടർ. സോ അത് ആ ആക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ കുറെ പറയുമ്പോഴാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ പോലും ഇറ്റ് വിൽ ആഡ് ടു ദ സീൻ എന്നുള്ളൊരു കാര്യം മാം പറഞ്ഞിരുന്നു. സോ ദാറ്റ് ഇസ് സംതിങ് ഐ റിയലി ഫെൽറ്റ് ദാറ്റ് യാ ഐ ഷുഡ് കീപ് ഇൻ മൈൻഡ്. അതാ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂലി കമ്മിങ് പേഴ്സൺ ടു ഡയറക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സൺ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ അറ്റൻഷൻ മെയിൻ സംഭവങ്ങളിലൊക്കെ ആയിരിക്കും. ഗെറ്റിംഗ് ഇൻ ടു ദ നിറ്റിഗ്രിറ്റീസ് മുന്നേ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ചിന്തിക്കും ഇങ്ങനെ ആ കാര്യങ്ങൾ ഇന്നതാണ് ഇന്നത് വേണം. ബട്ട് ഓൺ സെറ്റ് നമ്മൾ ബിക്കോസ് ഓഫ് ദി പറഞ്ഞ ടൈം ലിമിറ്റ് കാര്യങ്ങൾ നമ്മൾ മെയിൻ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓഫ് കോഴ്സ് അല്ലാണ്ട് നമ്മൾ ആക്ടേഴ്സിന്റെ അടുത്ത് എസ്പെഷ്യലി നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കും എന്താണ് സീൻ എല്ലാം നമ്മൾ പറയും. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് കുറച്ചും കൂടി ഫുഡ് ഫോർ തോട്ട് കൊടുക്കാമെന്നാണ് ഗീത മാം പറഞ്ഞത്. സോ ദാറ്റ് ദേ ബ്രിങ് ദാറ്റ് ബെസ്റ്റ് ടു ദ ഫ്രെയിം. Because she told this insight in general, I felt more, like confidence and conscious that when I do a film on a larger scale where there will be background actors for sure, even if directly obviously ആ സമയത്ത് വേറെ ADs അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ പോലും വെറുതെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്നു പറഞ്ഞാൽ പോരാ. there should be some motive to their actions എന്നുള്ളത്. ഈവൻ വെൻ ഐ വർക്ക്ഡ് ആസ് എൻ AD ആഫ്റ്റർ ദാറ്റ്, ഞാൻ അനുഭവ് സിൻഹ സാറിന്റെ കൂടെ ചെയ്തിരുന്നു. ഇപ്പൊ അസി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഞാൻ AD ആയിട്ട് നിന്നിരുന്നു. സോ അവിടെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വി ആസ് എ ടീം ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സിന് വി ഗേവ് ദം സം ബാക്ക് സ്റ്റോറി ഈവൻ ഇഫ് ദർ ഔട്ട് ഓഫ് ഫോക്കസ് ഓൾസോ വി ഡിഡ്. ഞാനൊക്കെ ആണെങ്കിൽ ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. വി ഓൾ മേഡ് സം ലിസ്റ്റ് ഓഫ് ആക്ഷൻസ് ഫോർ ദം ടു ഡു. സോ അങ്ങനെ ഇറ്റ് ഹെൽപ്ഡ്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ശരിയാണ്, പ്രത്യേകിച്ച് ഒരു ക്രൗഡ് ഒക്കെ മാനേജ് ചെയ്യുമ്പോൾ വിസ്ലിംഗ് വുഡ്സിന്റെ കോഴ്സ് രീതി ലൈക്ക് വെൻ ഐ ടോക്ക് ടു സം സ്റ്റുഡൻസ് ദേ വിൽ സേ ലൈക്ക് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ടറിന്റെ ഇത് അവരുടെ എക്സസൈസ് ആവും ഓർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സസൈസ് ആയിരിക്കാം. ഒരു ആക്ടറിന്റെ സെലക്ട് ചെയ്തിട്ട് സോ ദേ വിൽ വാച്ച് കണ്ടിന്യൂസ്ലി ദ ഫിലിംസ് വിച്ച് ഹി ഓർ ഷീ ഹാസ് ആക്ടഡ്. അപ്പൊ അതിന്റെ ഒരു ഇത് കിട്ടും. സിമിലർലി ഒരു ഡയറക്ടറിന്റെ പർട്ടിക്കുലർ ഡയറക്ടറിന്റെ എടുത്തിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അങ്ങനെ ചില എക്സസൈസ് ഒക്കെ ഉണ്ട്. അതിൽ എനി സച്ച് പാറ്റേൺ ഓർ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് വിസ്ലിംഗ് വുഡ്സ്? ഈ ആക്ടറിന്റെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ആക്ടിങ് ഡിപ്പാർട്ട്മെന്റിലത്തെ ആൾക്കാർ ചെയ്യാറുണ്ടെന്നുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡയറക്ടറിന്റെ കംപ്ലീറ്റ് ഫോക്കസ് ആയിട്ട് ഞങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടായിരുന്നത് ഹിച്ച്കോക്കിന്റെ ഫിലിംസ് കാണാനുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ഇറ്റ് വാസ് മോർ ലൈക്ക് നമ്മൾ ഓരോ ആസ്പെക്റ്റിനെ കവർ ചെയ്തിട്ടായിരുന്നു. ലൈക്ക് ഓരോ ഫിലിം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേജിങ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള
കുറെ ഫിലിംസ് നമ്മൾ കാണുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഫിലിം കണ്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയായിരുന്നു നമ്മുടെ പാറ്റേൺ കൂടുതൽ ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ആസ് ഐ ടോൾഡ്, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയായിരുന്നു. നമ്മളൊരു ആസ്പെക്ട് പഠിച്ചിട്ട് പിന്നെ അതങ്ങ് വിട്ടു പോവാതെ വി ഇമ്മീഡിയറ്റ്ലി യൂസ് ടു ഹാവ് സം കൈൻഡ് ഓഫ് എക്സസൈസ് വേർ വി ഹാഡ് ടു പുട്ട് ദാറ്റ് ഇൻ ടു പ്ലേസ്. ലൈക്ക് ഞങ്ങൾക്ക് വൺസ് വി ഹാഡ് ആൻ എക്സസൈസ് അബൌട്ട് ഈ പറഞ്ഞ പോലെ വിത്തൗട്ട് ക്യാരക്ടേഴ്സ് തന്നെ ഹൗ എ സെറ്റിംഗ് ഇമ്പാക്ട്സ് എ സ്റ്റോറി ഓർ ഹൗ എ സെറ്റിംഗ് ക്യാൻ ടെൽ എ സ്റ്റോറി എന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം വി ആക്ച്വലി ഹാഡ് ടു ഡു ദാറ്റ്. And we had to elicit that emotion without any characters or anything, just through camera movement and just through a setting. ഒരു some kind of ഇത് എലിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. And then I remember ഞാൻ എന്റെ കിച്ചൺ മൊത്തം കൈൻഡ് ഓഫ് ഓരോ ഇത് സ്റ്റേജ് ചെയ്ത് മെസ് ചെയ്ത പോലെ ആക്കി വെച്ചിട്ട് some things I placed, and then I moved the camera and I had to make it feel like okay, something has happened there, that it's like a one shot that we had to do, and our one shot we had to elicit some kind of emotion or question out of that. So that was interesting. And yeah, ഇപ്പം സ്ക്രീൻ റൈറ്റിംഗിന്റെ ഞങ്ങൾക്ക് കുറച്ച് മോഡ്യൂൾസ് ഉണ്ടായിട്ടുള്ളൂ. സ്ക്രീൻ റൈറ്റിംഗിന്റെ ഡിസ്കഷൻസ് ആണെങ്കിൽ അഞ്ജും രാജ്ബലി എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്, ഹീസ് ആൻ എമിനന്റ് റൈറ്റർ ദർ. സോ സാർ ആണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പം ദ വേ ഹി ബ്രിങ്സ് ബാക്ക് തിങ്സ് ടു ദ ബേസിക് ഇന്ത്യൻ സ്റ്റോറി പാറ്റേൺസ് ദാറ്റ് വി ഹാവ്, ഇന്ത്യൻ മിത്തോളജി ബേസ്ഡ് ആയിട്ടാണെങ്കിലും ഉള്ള കാര്യങ്ങൾ, ലൈക്ക് നോട്ട് ഇൻ എ സ്ക്രിപ്ചർ വേ ബട്ട് ലൈക്ക് ഇന്ത്യൻ മിത്തോളജിക്കൽ സ്റ്റോറീസിലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ബേസിക് നമ്മളൊരു കഥ എന്ന് പറയുമ്പോൾ കഥയിൽ വേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഇന്ത്യൻ മിത്തോളജിക്കൽ സ്റ്റോറീസിൽ ഉണ്ട് എന്നുള്ള ആ ഒരു ഡിസ്കഷൻ ഒക്കെ വരുമ്പോൾ those were very interesting to see it from that lens. Yeah. Quite interesting. ഇപ്പോ ഇനി immediately നോക്കുന്നത് like you want to associate with some production as in a movie direction, or you're looking for a producer or a production house and then you associate with them and do a film. ഇപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആക്ച്വലി എനിക്ക് ഐ ഹവ് ഗോട്ടൺ ഇൻ ടു എ പ്രോജക്ട്. ഐ കാൺട്ട് ഡൈവേഴ്ജ് ഫർദർ ഡീറ്റെയിൽസ്, ബട്ട് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഒരു മലയാളം ഫീച്ചറിൽ ഞാനിപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. താങ്ക്ഫുള്ളി ഐ ഹവ് ഗോട്ടൺ സംവെയർ, ലൈക്ക് ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തിട്ട് 2 months ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ബൈ ദെൻ ഐ കുഡ് ഗെറ്റ് ഇൻ ടു എ മലയാളം ഫീച്ചർ ഫിലിം ആസ് എൻ അസിസ്റ്റന്റ്, വിച്ച് ഐ ഫൈൻഡ് ഇറ്റ് ആസ് ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ that I'll be able to get a hands-on experience of how things are working here. So I'm looking forward to finishing that and having more insights and things, and then eventually once that is done, I will start the process of obviously trying to pitch something of my own, look for a producer, and let's see. If I feel that I need to have one more film experience to of a different genre or something, if something comes across interesting where I want to be a part of that film in some capacity, I might take up another വേറെ ഒരു ഇതും കൂടി ഞാൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷെ eventually I want to start pitching also after this parallelly. ആ ഒരു പ്രോസസ്സും തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. Great. It's wonderful listening to you. Let there be a lot of opportunities because you have grown your talent and different opportunities വരുമ്പോൾ കുറെ കൂടി നമുക്ക് അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടുതൽ ഷാർപ്പൻ ചെയ്യാനും പറ്റും. Let there be a lot of opportunities, and we are waiting to see you directed by Sarangi, Smita, Krishna Kumar on screen. Yeah, thank you. Thank you, sir. It was a pleasure talking to you as well. Inspiring journey, start with just one thought. See all the wonder that connection brought.